നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അനസ്തേഷ്യ ഡോക്ടർ ഇല്ല. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടു. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ നെടുമ്പോയിൽ 29-ാം മൈൽ ചുരം റോഡിന്റെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മലയോര മേഖലയിലെ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന. വിശദമായ വാർത്തകളിലേക്ക്. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ പ്രസവ ശസ്ത്രക്രിയ നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ പ്രസവ ശസ്ത്രക്രിയ നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടു. ആശുപത്രിയിൽ ENT, ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലും ഡോക്ടർമാരുടെ സേവനം നിലവിൽ ലഭ്യമല്ല. പേരാവൂർ ബ്ലോക്കിലെ കൊട്ടിയൂർ മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലെയും സാധാരണക്കാരുടെ ഏക ആശ്രയമാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി. ആശുപത്രിയിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിലുണ്ടായിരുന്ന അനസ്തേഷ്യ ഡോക്ടർ പോയതോടെ നിരവധി ഗർഭിണികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഗൈനക്കോളജി വിഭാഗത്തിൽ 3 ഡോക്ടർമാർ ഉണ്ടെങ്കിലും ഒരാൾ ട്രാൻസ്ഫറായി പോയതോടെ നിലവിൽ 2 പേരുടെ സേവനമാണ് ലഭിക്കുന്നത്. അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ എല്ലാവരെയും കണ്ണൂരിലെയും തലശ്ശേരിയിലെയും ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റഫർ ചെയ്യുന്നവരിൽ ആശുപത്രി അധികൃതർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം റഫറൻസ് ലെറ്റർ നൽകി പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവരെ 2 തട്ടുകളിലായി തിരിക്കുകയാണെന്നും ആശുപത്രിയുടെ ബഹുനില കെട്ടിടത്തിന്റെ പ്രവൃത്തി നിലച്ചിരിക്കുകയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു വർഗീസ് പറഞ്ഞു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യോഗത്തിൻ്റെ അജണ്ടകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു ജനകീയ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് യോഗം വർക്കൗട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ ദയനീയമായ അവസ്ഥ. നിരവധി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ വിഷയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ശ്രദ്ധപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള പരിഹാരം ഈ വിഷയത്തിലില്ല. നിലവിൽ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലുള്ള അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ അദ്ദേഹം വർക്ക് അറേഞ്ച്മെൻറ്റിൽ വന്നതാണ്. കഴിഞ്ഞ 8 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റോ എത്രയോ കാലമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന LDFൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കോ ഇവിടെ ഒരു അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തിക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഗവൺമെൻറ് കാലാകാലം ഈ കഴിഞ്ഞ 8 വർഷമായ തസ്തിക സൃഷ്ടിക്കാതെ ഇവിടെ സർജറി പ്രസവത്തിന് വരുന്ന സ്ത്രീകൾക്ക് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സർജറിക്കായി വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ അനസ്തേഷ്യ ടെക്നീഷ്യനെ ഇവിടെ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറെ നിയമിക്കുകയുണ്ടായി. എന്നാൽ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന് വന്ന ഡോക്ടർ അദ്ദേഹം രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇതേ ഗവൺമെൻറ് ചെലുത്തിക്കൊണ്ട് അദ്ദേഹം ട്രാൻസ്ഫർ വാങ്ങി അദ്ദേഹം കോഴിക്കോടേക്ക് പോയി. അദ്ദേഹം ട്രാൻസ്ഫറിന് നീക്കം നടത്തിയപ്പോൾ തന്നെ കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു കാരണവശാലും ആ ഡോക്ടർക്ക് ട്രാൻസ്ഫർ കൊടുക്കരുത്. ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ പകരം മറ്റൊരാളെ ഇവിടെ നിയമിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അല്ലെങ്കിൽ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ശസ്ത്രക്രിയ നടത്താതെ പൂട്ടിയിടേണ്ട സാഹചര്യം വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറെ ഇവിടുന്ന് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന് വന്ന ഡോക്ടർ അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറി കോഴിക്കോടേക്ക് പോയതോടുകൂടി ഡെലിവറിക്കായി ശസ്ത്രക്രിയയ്ക്ക് വരുന്ന സ്ത്രീകളെ ഇവിടെ സ്വീകരിക്കപ്പെടാതെ ഇവിടുത്തെ ശസ്ത്രക്രിയാ വിഭാഗം അടച്ചുപൂട്ടേണ്ട സാഹചര്യം വന്നു. അതിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ വിവേചനം, ഇവിടെ പാവപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഡെലിവറിക്ക് വരുന്ന ഒരു ആശുപത്രിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന ഇവിടുത്തെ ഡെലിവറിക്ക് വരുന്ന ആളുകളിൽ തന്നെ 2 തരം പൗരന്മാരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് റഫറൻസ് ലെറ്ററുകൾ അവർക്ക് വേണ്ടെങ്കിൽ പ്രയോറിറ്റി കത്ത് കൊടുത്തുകൊണ്ട് അവരെ മറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടും. ഉദാഹരണത്തിന് തലശ്ശേരിയിലേക്കും കണ്ണൂരിലേക്കും ഇവിടുന്ന് കത്ത് വായിച്ചില്ലെന്ന് അവർക്ക് അവിടെ മുൻഗണന കിട്ടുകയും പാവപ്പെട്ട SC/ST വിഭാഗത്തിൽപ്പെട്ട ഈ ആർള ഫാമിലി അടക്കമുള്ള ആദിവാസി യുവതികൾ ഇവിടെ ഡെലിവറിക്കായിട്ട് വരുമ്പോൾ ശസ്ത്രക്രിയക്ക് പറഞ്ഞു വിടുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കത്ത് കൊടുക്കുന്നുമില്ല. ഒരേ സമയം അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടറെ ഇവിടുന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് ശസ്ത്രക്രിയ വിഭാഗം പൂട്ടിയിടുകയും അതേസമയം തന്നെ ഇവിടെ വരുന്ന രോഗികളെ 2 തരം തട്ടിത്തിരിക്കുകയും ആശുപത്രിയിലെ ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അവർക്ക് താല്പര്യമുള്ളവർക്ക് കത്ത് കൊടുത്തുകൊണ്ട് തലശ്ശേരിയിലും കണ്ണൂരിലേക്കും പറഞ്ഞു വിടുകയും ST/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത്തരം ഒരു പരിഗണന കൊടുക്കാതെ വിവേചനം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്.
ഇതിൻ്റെ അടക്കം പരിഹാരം കാണണം. ഒപ്പം തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. എത്രയോ കാലമായി ഈ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഇവിടെ ഇങ്ങനെ ഉള്ളത് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി കിടക്കുന്നു. ഞങ്ങളെപ്പോൾ ഉന്നയിക്കുമ്പോഴും ഉടൻ ആരംഭിക്കും, ഇടയ്ക്ക് ആരംഭിച്ചു. ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഞങ്ങളോട് പറയുന്നത് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ്, അടുത്ത് തന്നെ ആരംഭിക്കും. ഇത് ഒരു തരത്തിലുമുള്ള പരിഹാരമില്ലാതെ നിരന്തരമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി ശൃംഖലയെ സഹായിക്കാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഈ രണ്ട് വിഷയങ്ങൾ ഞങ്ങൾ ഇന്ന് ബോർഡിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളായി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ രണ്ടിന് തൃപ്തികരമായ ഒരു മറുപടി പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ കത്ത് നൽകി രോഗികളെ വിവേചനവൽക്കരിക്കുന്ന പരിപാടി ഞങ്ങൾ പറയുമ്പോൾ അറിഞ്ഞത്, അന്വേഷിക്കാമെന്ന് അദ്ദേഹം ഒഴുക്കൻ മട്ടിൽ പറയുകയാണ്. അതുപോലെ അനസ്തേഷ്യ തസ്തിക ഇവിടെ ഗവൺമെൻറ് സൃഷ്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയത്തില്ലേ, അവിടെ പകരം വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലാണ് ആളുകളെ കൊണ്ടുവന്നത് എന്നാണ്. ആ ആൾക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോയി, പകരം ഗവൺമെൻറ്റിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നു. ഇതെത്ര കാലമായി? ഇവിടെ ഒരു തസ്തിക സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഈ ഭരണ സംവിധാനത്തെ തുടരുന്നതിൽ അർത്ഥമില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം ഞങ്ങളെ ഏൽപ്പിക്ക്, ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ തസ്തിക സൃഷ്ടിക്കേണ്ടത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഇത് ആശുപത്രിയോ നമ്പർ 1 പരാജയമോ, അനസ്തേഷ്യ ഡോക്ടറെ നിയമിക്കാത്തത് എന്തുകൊണ്ട്, പാവങ്ങൾ പ്രസവിക്കാൻ എവിടെ പോകണം എന്നിങ്ങനെ എഴുതിയ പ്ലക്കാർഡുകൾ ഏന്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും മെമ്പർമാരായ ബൈജു വർഗീസ്, ഇന്ദിര ശ്രീധരൻ, പാൽ ഗോപാലൻ തുടങ്ങിയവർ ഇറങ്ങിപ്പോയത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കണ്ണൂർ, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ നെടുംപോയിൽ 29-ാം മൈൽ ചുരം റോഡിന്റെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റോഡിൽ വിള്ളൽ വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. കനത്ത മഴയിൽ റോഡിൽ വിള്ളൽ വീണതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ച തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ നെടുമ്പോയിൽ 29-ാം മൈൽ ചുരം റോഡിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നെടുമ്പോയിൽ ചുരം വളവിലെ 4ാമത്തെ ഹെയർപിൻ വളവിന് സമീപത്ത് വിള്ളൽ ഉണ്ടായ സ്ഥലത്ത് മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് നിലവിൽ ആരംഭിച്ചത്. എന്നാൽ ഈ പ്രവൃത്തി മന്ദഗതിയിൽ നടക്കുന്നുവെന്നാണ് ആരോപണം. കേവലം 2 മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് നീക്കുന്നത്. 100 മീറ്ററോളം റോഡിലെ 100 മീറ്ററോളം മണ്ണ് തന്നെ നീക്കം ചെയ്യേണ്ടി വരുമെന്നാണ് കരുതുന്നത്. എത്രത്തോളം ആഴത്തിൽ മണ്ണ് നീക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാനെടുക്കുന്ന സമയത്തെക്കുറിച്ചും പൊതുമരാമത്ത് വകുപ്പിന് വ്യക്തതയില്ലെന്നും ആരോപണമുണ്ട്. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് ശേഷം മാത്രമേ റോഡ് നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ. എത്രയും വേഗം തന്നെ മണ്ണ് നീക്കുന്നതിനായി കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും വലിയ ലോറികളും എത്തിക്കണമെന്നും നാട്ടുകാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ആവശ്യം. ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തലശ്ശേരി ബാവലി റോഡിലെ ചുരം റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ PWDയോടും അതുപോലെ തന്നെ കരാറുകാരനോടും പഞ്ചായത്തിന് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം പോരാ, വളരെ വേഗതയിൽ ഈ റോഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോകണം. അതിനാവശ്യമായ മെഷീനറി സംവിധാനങ്ങൾ കൂടുതൽ വിപുലമായിട്ടുള്ള JCB, ഹിറ്റാച്ചി തുടങ്ങിയുള്ള മെഷീനറി സംവിധാനങ്ങൾ, അതുപോലെ ടോറസ് ഉൾപ്പെടെയുള്ള മണ്ണ് നീക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് വളരെ വേഗതയിൽ വളരെ വിപുലീകരമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കണം. എങ്കിൽ മാത്രമേ ഗതാഗതം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നിർദ്ദേശം PWDക്കും അതുപോലെ തന്നെ കരാറുകാരന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ എത്തിക്കണം, മെഷീനറി സംവിധാനങ്ങൾ ഉണ്ടാകണം. ജനങ്ങളുടെ യാത്രാ പ്രയാസം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടതെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഈ കരാറുകാരോട് അതുപോലെ തന്നെ PWD ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ നിലയിൽ അവർ നാളെ കൂടുതൽ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ടിപ്പറും ടോറസും ഉൾപ്പെടെ അതുപോലെ ഹിറ്റാച്ചി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നാളെ കൂടുതൽ വിപുലമായ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ആവശ്യവും. വളരെ പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ വിപുലമായ മെഷീനറി സംവിധാനത്തോടുകൂടി പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ പൊതുമരാമത്ത് വകുപ്പിന് റോഡ് എങ്ങനെ പുനർനിർമ്മിക്കണം എന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. വിള്ളലുണ്ടായ സ്ഥലങ്ങളിൽ കൂടുതൽ വലിയ വാഹനങ്ങൾ കയറ്റാൻ സാധിക്കില്ല എന്നതും പരമാവധി വേഗത്തിൽ തന്നെ പുനർനിർമ്മാണം സാധ്യമാക്കാൻ പരിശ്രമിക്കുമെന്നും പൊതുമരാമത്ത് അധികൃതർ പറഞ്ഞു. ഗതാഗത നിരോധനം മൂലം വലിയ ദുരിതമാണ് കണ്ണൂർ, വയനാട് ജില്ലക്കാർ അനുഭവിക്കുന്നത്. എത്രയും വേഗം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കി കൊടുക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. മുഴക്കുന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിനിന്റെ ഭാഗമായി കാക്കങ്ങാട്, പാലാ പ്രദേശങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി.
മുഴക്കുന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കാക്കങ്ങാട്, പാലാ പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ, തട്ടുകടകൾ, മത്സ്യ മാർക്കറ്റ്, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടുകയും ഹോട്ടലുടമയെ കൊണ്ട് തന്നെ ഇവ നശിപ്പിക്കുകയും ചെയ്തു. വൃത്തിഹീനതയ്ക്കും മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിനും കോട്ട്പ ബോർഡ് പ്രദർശിപ്പിക്കാത്തതിനും സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ഈടാക്കി. മുഴക്കുന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോസഫ് ഫിലിപ്പ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആർ രേഷ്മ, കൃഷ്ണേന്ദു യു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഹെൽത്തി കേരള ക്യാമ്പയിനിന്റെ ഭാഗമായി കരിക്കോട്ടക്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള അതിഥി തൊഴിലാളി താമസ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, ഇറച്ചി വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കരിക്കോട്ടക്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള അതിഥി തൊഴിലാളി താമസ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, ഇറച്ചി വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എ ജെയ്സൺ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഫാത്തിമ ഫിദ, അജീഷ് രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി, മാടത്തി, കല്ലുമുട്ടി, പെരുവമ്പറമ്പ് എന്നിവിടങ്ങളിലെ ഹോട്ടലുകൾ, തട്ടുകടകൾ, സ്കൂളുകൾ, ആക്രിക്കട, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. കല്ലുമുട്ടി യുവ ചിപ്സ് അടച്ചുപൂട്ടി. മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിനും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചതിനും കോട്ട്പ ബോർഡ് പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി പിഴ ഈടാക്കി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് കുറ്റ്യാനി, കെ സിജു, പി അബ്ദുള്ള, അൻവർ, റീജ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കാട്ടുപന്നിയുടെ കുത്തേറ്റ് ആർളം ഫാം തൊഴിലാളിക്ക് പരിക്ക്. ആർളം ഫാം 9-ാം ബ്ലോക്കിലെ നിഷ മനോജിനെയാണ് ജോലിസ്ഥലത്ത് വെച്ച് കാട്ടുപന്നി ആക്രമിച്ചത്. ഇവരെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. വന്യമൃഗങ്ങളാൽ കൃഷി നഷ്ടപ്പെട്ട് നിരാശരായ കർഷകർക്കായി ഇതാ ഒരു മാട്ടറ മോഡൽ. വന്യമൃഗങ്ങളാൽ കൃഷി നഷ്ടപ്പെട്ട് കടുത്ത നിരാശയിലായ മലയോര കർഷകർക്കായി പുതുമയാർന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് മാട്ടറ പഞ്ചായത്ത് അംഗം. വന്യമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിളകൾക്ക് പകരം വിത്തുകളും തൈകളും കർഷകർക്ക് സൗജന്യമായി നൽകിയാണ് ഒരു നാട് കർഷകർക്കൊപ്പം നിലകൊണ്ടത്. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മാട്ടറ വാർഡിൽ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് കാട്ടാനകളുടെ നാട്ടിലേക്കുള്ള ഇറക്കം. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് പ്രതിവർഷം ആനയിറങ്ങി നശിപ്പിക്കുന്നത്. നശിപ്പിക്കപ്പെട്ട കൃഷികൾ വീണ്ടും പ്രതീക്ഷയോടെ ഇറക്കുമെങ്കിലും പിന്നെയും ആനയിറങ്ങി അവ നശിപ്പിക്കുന്നത് പതിവായിരുന്നു. അതിർത്തിയിലുള്ള സോളാർ ഫെൻസിംഗ് കാലാകാലങ്ങളിൽ ജനകീയമായി പുനരുദ്ധരിക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ കാട്ടാന തകർക്കുമായിരുന്നു. പതിവിൽ നിന്നും വിപരീതമായി ആനയിറങ്ങി ഏറ്റവും കൃഷിനാശമുണ്ടാക്കിയത് ഈ വർഷമായിരുന്നു. കാട്ടാനയിറങ്ങി പറമ്പുകളിലുള്ള തെങ്ങുൾപ്പെടെയുള്ള കാർഷിക വിളകൾ പൂർണ്ണമായും നശിപ്പിച്ചു. വർഷങ്ങളായി പ്രതീക്ഷയോടെ വീണ്ടും കൃഷിയിറക്കിയ കർഷകർ ഈ വർഷത്തോടെ കടുത്ത നിരാശയിലായി. പലർക്കും പറമ്പുകളിലേക്ക് പോവാൻ പോലും താല്പര്യമില്ലാതെയായി. അതിനിടയിലാണ് സർക്കാർ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അതിർത്തിയിൽ ഡബിൾ ലെയർ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. അതോടെയാണ് മാട്ടറ വാർഡ് ജനകീയ വികസന സമിതി പുത്തൻ ആശയവുമായി രംഗത്തെത്തിയത്. കാട്ടാന കൃഷിനാശമുണ്ടാക്കിയ കർഷകർക്കുണ്ടായ നഷ്ടങ്ങൾ വാർഡ് മെമ്പർ സരുൺ തോമസിന്റെ നേതൃത്വത്തിൽ കണക്കെടുപ്പ് നടത്തി. തുടർന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്തി തൈകളും വിത്തുകളും ശേഖരിച്ചു. മാട്ടറ വാർഡ് മെമ്പർ സരുൺ തോമസ് അദ്ദേഹത്തിന്റെ 1 മാസത്തെ ഓണറേറിയം പദ്ധതിക്കായി മാറ്റിവെച്ചു. തെങ്ങ്, കശുമാവ്, കമുക്, കുരുമുളക്, വിവിധയിനം വാഴകൾ, റബ്ബർ അടക്കമുള്ള വിവിധ ഇനങ്ങളിൽ 1000-ലധികം വിത്തുകളും തൈകളുമാണ് നൽകിയത്. തൊട്ടടുത്ത കാലാകി വാർഡിലെ കർഷകരെയും ഉൾപ്പെടുത്തി. കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും 10,000-ഓളം പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. സോളാർ വേലി വരുന്നതോടെ കൃഷിയിടങ്ങൾ സുരക്ഷിതമാവുമെന്നതിനാൽ ഈ തൈകൾ ഇനി സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാലാണ് ഇത്തരമൊരു പരിപാടി ആവിഷ്കരിച്ചതെന്ന് വാർഡ് മെമ്പർ സരുൺ തോമസ് പറഞ്ഞു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു. വീണ്ടും വിളവുകൾ ഉണ്ടാക്കാൻ പച്ചക്കറികളൊക്കെ നട്ട് നമുക്ക് ഓരോ വീട്ടിലും ആവശ്യമുള്ള പച്ചക്കറി വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകണം. ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടിയുള്ള ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ വർഷം അടുക്കളത്തോട്ടങ്ങൾക്ക് പച്ചക്കറി തൈ നൽകുന്ന ഒരു പദ്ധതി പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മുഴുവൻ കുടുംബങ്ങളിലേക്കും ആ പച്ചക്കറി തൈകൾ നമ്മൾ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 15,000-ഓളം അത്യുൽപാദന ശേഷിയുള്ള കവുങ്ങും തൈകൾ നമ്മുടെ പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഈ വർഷം നമ്മൾ നടപ്പാക്കി. പഞ്ചായത്തിൻ്റെ തന്നെ കാർഷിക നഴ്സറിയിൽ അത് നട്ടു വളർത്തി വിതരണത്തിന് പാകമായി നിൽക്കുകയാണ്. ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് ഗ്രാമസഭകളിലൂടെ നമ്മൾ നടത്തി. ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ സരുൺ തോമസ് അധ്യക്ഷത വഹിച്ചു. ഉളിക്കൽ കൃഷിഭവൻ കൃഷി ഓഫീസർ രേഖ KJ വിശിഷ്ടാതിഥിയായി. കാലാങ്കി വാർഡ് മെമ്പർ ജോളി ഫിലിപ്പോസ്, കർഷക സംഘം ഉളിക്കൽ വില്ലേജ് സെക്രട്ടറി KA ദാസൻ മാസ്റ്റർ, മാട്ര ക്ഷീരസംഘം പ്രസിഡന്റ് ചാക്കോ ഇളന്തുരുത്തി പടവിൽ, വാർഡ് വികസന സമിതി അംഗങ്ങളായ മാത്യു പുളിക്കാട്ട, ഷാജി മറ്റത്തിൽ, ജോർജ് തെക്കേമുറിയിൽ, ഉത്തമൻ കോങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചാണപ്പാറ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തി എങ്ങും എത്തിയില്ല. കാടുമൂടിയ സ്റ്റേഡിയം ഉപയോഗശൂന്യമായ നിലയിൽ. 2023 ഓഗസ്റ്റ് 22 കണിച്ചാർ പഞ്ചായത്തിന്റെ ചാണപ്പാറ മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയുടെ ദൃശ്യമാണിത്. 1 കോടി രൂപ ചെലവിൽ ആധുനിക രീതിയിൽ സ്റ്റേഡിയം നവീകരിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയൊന്ന് കണ്ടു നോക്കൂ. സ്റ്റേഡിയത്തിലെ ഒരു പുല്ലുപോലും അനക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. തകർന്ന ചുറ്റുമതിൽ, സ്റ്റേഡിയത്തിന്റെ ഉൾവശം മുഴുവൻ കാടുകൾ, മദ്യക്കുപ്പികൾ തുടങ്ങിയവ കൊണ്ട് സ്റ്റേഡിയം ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് നിലവിൽ. സ്റ്റേഡിയം നവീകരിക്കാൻ പദ്ധതിയിട്ട് വർഷമൊന്നു കഴിഞ്ഞിട്ടും നടപടിയൊന്നും ആകാത്തതിൻ്റെ പ്രതിഷേധത്തിലാണ് കായിക താരങ്ങൾ. നിരവധി കായിക താരങ്ങളുടെ സ്വപ്ന സ്റ്റേഡിയമാണിത്. എന്നാൽ സ്റ്റേഡിയം നവീകരിക്കാൻ പദ്ധതിയിട്ടതല്ലാതെ യാതൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല. സിന്തറ്റിക് സ്റ്റേഡിയമാക്കാനായിരുന്നു പദ്ധതിയെങ്കിലും പ്രവൃത്തി ആരംഭിക്കാൻ ഇനിയും വർഷങ്ങൾ എടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കായിക താരങ്ങളും നാട്ടുകാരും. ഹൈവിഷൻ ന്യൂസ്, കേളകം. വൈദ്യുത ലൈനിന് മുകളിലത്തെ അപകട ഭീഷണി ഉയർത്തുന്ന മരത്തിന്റെ ശിഖരങ്ങൾ KSEB ജീവനക്കാർ സ്കൈ ലിഫ്റ്റ് സംവിധാനം ഉപയോഗിച്ച് മുറിച്ചു നീക്കി. നെടുമ്പോയിൽ പാറപ്പിടുക പെരുന്തോടി റോഡരികിലെ മരങ്ങളുടെ ശിഖരങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ചു നീക്കിയത്. അൻപത് പൈസ നാണയം പടിയിറങ്ങുന്നു. നിലവിൽ 50 പൈസ നാണയം പിൻവലിച്ചിട്ടില്ലെങ്കിലും കയ്യിൽ കിട്ടുന്നവർക്ക് ബാധ്യതയാവുകയാണ്. കേളകം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിത്യജീവിതത്തിൽ ജനം 50 പൈസ ഉപയോഗിക്കാത്ത സാഹചര്യം വന്നതിനാൽ ക്രയവിക്രയങ്ങളുടെ ലോകത്തു നിന്നും 50 പൈസ നാണയം പതിയെ പടിയിറങ്ങുകയാണ്. നിലവിൽ പിൻവലിച്ചിട്ടില്ലെങ്കിലും 50 പൈസ നാണയത്തുട്ടുകൾ കയ്യിൽ കിട്ടുന്നവർക്ക് ഈ നാണയം ബാധ്യതയാവുകയാണ്. 50 പൈസ നൽകിയാൽ ഒരു മിഠായി പോലും നിലവിൽ കിട്ടില്ല. സമീപകാലം വരെ 50 പൈസക്ക് വിറ്റിരുന്ന പുളിമിഠായും നാരങ്ങ മിഠായും ഇപ്പോൾ ആ നാണയത്തെ കൈവിട്ടു. പുളിമിഠായിയും നാരങ്ങ മിഠായും 10 എണ്ണം അടങ്ങുന്ന പൊതിയിലാണ് നിലവിൽ വിൽപ്പന. വിലയാകട്ടെ 10 രൂപയും. 50 പൈസയുടെ നാണയങ്ങൾ ഇപ്പോൾ കൂടുതലായി എത്തുന്നത് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിലാണ്. കൊട്ടിയൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ദിനംപ്രതി 100-ലേറെ രൂപയുടെ 50 പൈസ നാണയത്തുട്ടുകൾ ഭണ്ഡാരത്തിൽ ലഭിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും ഇത്തരം നാണയത്തുട്ടുകൾ നിലവിൽ വരുന്നില്ലെങ്കിലും വന്നത് മേശയിൽ കെട്ടിക്കിടക്കുകയാണെന്നും കൊടുത്താൽ പോലും ആരും വാങ്ങാത്ത അവസ്ഥയാണെന്നും വ്യാപാരികളും പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഇപ്പോൾ ഇവിടെ വ്യാപാരികളുടെ ഇടയിൽ ഉടലെടുത്തിരിക്കുകയാണ്. പ്രശ്നം ചെറുതാണെങ്കിലും അതായത് അത് വളരെ ഗുരുതരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 50 പൈസ ഇപ്പോൾ ധാരാളം 50 പൈസ നമ്മൾ വ്യാപാരികളിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾക്കത് എടുക്കാതിരിക്കാൻ വയ്യ. കാരണം അത് സർക്കാർ നിരോധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാരും വാങ്ങുകയില്ല. നിസ്സാരം ധർമ്മക്കാർ പോലും വാങ്ങാറില്ല. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പൈസയ്ക്ക് പുളിമുട്ടായും നാരങ്ങ മിഠായും ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ 50 പൈസയ്ക്ക് ഒരു മുട്ടായി പോലും കിട്ടുകയില്ല. അപ്പോൾ എല്ലാത്തിനും 1 രൂപ നിരക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നിരോധിക്കാത്ത സ്ഥിതിക്ക്
കസ്റ്റമേഴ്സ് 2.50 പൈസയൊക്കെ 1 രൂപയല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുതരും. നമുക്ക് വാങ്ങാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. നമ്മുടെ മേശയിൽ ഇതായിക്കഴിഞ്ഞാൽ അത് അവിടെ കടന്നു പോകും. പക്ഷെ നമ്മളൊരാൾക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആരും സ്വീകരിക്കാനും തയ്യാറില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അധികൃതരുടെ ഭാഗത്തു നിന്ന് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. 50 പൈസ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരം നാണയം തന്നാൽ സ്വീകരിക്കാതെ മറ്റ് മാർഗങ്ങളും ഇല്ല. ബസ്സുകളിലും ഇപ്പോൾ 50 പൈസ ഇടപാടില്ല. എന്തായാലും ജനം 50 പൈസ ഉപയോഗിക്കാത്ത സാഹചര്യം വന്നതിനാൽ ക്രയവിക്രയങ്ങളുടെ ലോകത്തു നിന്നും 50 പൈസ നാണയം ഓർമ്മയാകുമെന്ന് ഉറപ്പായി. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീടൊരുക്കാൻ 15 സെന്റ് സ്ഥലം നൽകിയ മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ തോമസ് മാസ്റ്റർക്ക് സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമവതി ഉദ്ഘാടനം ചെയ്തു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് വീടൊരുക്കാൻ 15 സെന്റ് സ്ഥലം വിട്ടു നൽകിയ മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ തോമസ് മാസ്റ്റർക്ക് മാലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. അനുമോദന യോഗം മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമവതി ഉദ്ഘാടനം ചെയ്തു. നാം കണ്ട കാര്യങ്ങളെല്ലാം തന്നെ, അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദേശീയ ദുരന്തം ഒന്നിട നിറക്കാണ് വയനാടിനെ നമ്മൾ കാണുന്നത്. ഒരു ജീവിതായുസ് മുഴുവൻ നാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഒട്ടേറെ പേരുടെ ജീവനും ജീവിതവും ഒരു ഉരുൾപൊട്ടലിൽ നശിപ്പിക്കപ്പെട്ട ഒരവസ്ഥ, അത് വേദനാജനകമാണ്. ഒരു സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ, സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ആ ഒരു ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ, കുട്ടികളെ നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ തുടങ്ങി കൃഷിയിടങ്ങളും അതുപോലെ കൃഷിക്കായി നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന മറ്റ് മൃഗങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ നശിക്കപ്പെട്ടു ഒരു ഗ്രാമം മുഴുവൻ ഒഴിച്ചുപോയ ഒരവസ്ഥ അതിദയനീയമാണ്, അതിദാരുണമാണ്, വേദനാജനകമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അവരെ ചേർത്ത് പിടിക്കുന്നതിനും അധിവസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള, പുനരധിവസിപ്പിക്കുന്നതിനുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഒട്ടേറെ സഹായഹസ്തങ്ങൾ അവിടേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ PTA പ്രസിഡന്റ് നെല്ലിക്ക മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ ടി തിലകൻ, പ്രിൻസിപ്പാൾ വസന്തകുമാരി, സീനിയർ അസിസ്റ്റന്റ് M സ്മിത, K ജയലക്ഷ്മി ടീച്ചർ, തോമസ് ദേവസ്യ, O റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ കോളയാട് മണ്ഡലം കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പെരുവയിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കുടിവെള്ള പൈപ്പ് വിതരണം ചെയ്തു. KPCC അംഗം രാജീവൻ എളയാവൂർ വാർഡ് മെമ്പർ റോയി പൗലോസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ കോളയാട് മണ്ഡലം കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഉരുൾപൊട്ടൽ പെരുവയിലെ ദുരിതബാധിതർക്ക് കുടിവെള്ള പൈപ്പുകൾ വിതരണം ചെയ്തു. KPCC അംഗം രാജീവൻ എളയാവൂർ വാർഡ് മെമ്പർ റോയി പൗലോസിന് നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു സ്ഥലത്തുനിന്നും ഒരു സഹായം കിട്ടില്ല. കാരണം സാജൻ നിരന്തരമായി കോളനിയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിക്കാറുണ്ട്, രാജാവിടെ വിളിക്കാറുണ്ട്. പക്ഷെ വിളിക്കുമ്പോൾ നമുക്ക് തന്നെ അവരെ നിങ്ങളെ നന്നായി സഹായിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സാധിക്കാതെ വന്നത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ മേക്കാട് ദുരിതത്തിനകത്തേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സാധാരണക്കാരായ ആളുകൾ, നിരവധിയായിട്ടുള്ള സംഘടനകൾ, എല്ലാ ആളുകളും ആ മേഖലയെ സഹായിക്കാൻ വേണ്ടി, വയനാട് സഹായിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയപ്പോൾ അവിടെ നമുക്ക് പ്രാദേശികമായി നമ്മുടെ നാട്ടിലുണ്ടായ പ്രയാസങ്ങളിൽ ദുരിതത്തിനകത്ത് ഇടപെടാൻ മറ്റു ഭാഗത്തുള്ള ആളുകളുടെ സഹായഹസ്തങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് സാജൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ബാബുരാജ്, KM രാജൻ, KV ജോസഫ്, ബിജു കാപ്പാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.
കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക ജാൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ കലോത്സവം പ്രധാനാധ്യാപിക ജാൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമയത്തിന്റെ പരിമിതി മാത്രമാണത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കുള്ള ദിനമാണ്. നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഏത് ദിനത്തിൽ വേണമെങ്കിലും ഈ വേദിയിൽ കയറി നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം തരികയാണ്. PTA പ്രസിഡന്റ് സിനോദ് ജോസ് അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് ഷെജി വിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കണിച്ചാർ പഞ്ചായത്തിൽ നിന്നും മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് നേടിയ കാപ്പാട് സ്കൂൾ സെബാസ്റ്റ്യൻ ഷൈൻ, അഭിനവ് വിനു എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. പ്രോഗ്രാം കൺവീനർ ദീപ്തി കുര്യാക്കോസ്, റീന ചെറിയൻ, PA ജെയ്സൺ, ജാസ്മിൻ മാത്യു, ജോജോ മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. നാട്ടറിവ് ദിനത്തിന്റെ ഭാഗമായി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നാട്ടറിവ് ദിനാചരണം ശ്രദ്ധേയമായി. നാട്ടറിവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നാട്ടറിവ് ദിനാചരണം ശ്രദ്ധേയമായി. നാടൻ പാട്ടും കളിചിരികളുമായി വിദ്യാർത്ഥികൾ തന്നെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ಆಡ
പരിപാടി നാടൻപാട്ട് കലാകാരിയും +2 വിദ്യാർത്ഥിനിയുമായ PS അവന്തിക ഉദ്ഘാടനം ചെയ്തു. ഐതിഹ്യങ്ങളും നാട്ടുസംഗീതവും വാമൊഴി ചരിത്രവും നാടോടി കഥകളും ഭക്ഷണ രീതിയും നാട്ടുചികിത്സയും കൃഷി അറിവുകളും എല്ലാം തന്നെ നാട്ടറിവുകളാണ്. നമ്മുടെ ഈ അമൂല്യമായ സാംസ്കാരിക സമ്പത്തിനെ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തവും കടമയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ നാട്ടറിവ് ദിനം. തദ്ദേശീയമായ അറിവ് അല്ലെങ്കിൽ ഗ്രാമീണ ജനതയുടെ അറിവാണ് നാട്ടറിവ്. പാരമ്പര്യമായി കിട്ടിയ അറിവാണിത്. തലമുറകളിലൂടെ കൈമാറി വരുന്ന ഇത്തരം അറിവ് പ്രയോഗങ്ങളിലൂടെ വികസിച്ചുകൊണ്ടിരിക്കും. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന നാട്ടറിവ് അനുഭവങ്ങളിലൂടെയാണ് പഴമക്കാർ സ്വായത്തമാക്കിയത്. വിദ്യാരംഗം കലാസാഹിത്യവേദി സെക്രട്ടറി M. ദേവിക അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലീഡർ P. അനാമിക, ആരാധ്യ ഹരിദാസ്, O. അഭയദേവ്, VK അവന്തിക, E. സാവന്തിക തുടങ്ങിയവർ വിദ്യാർത്ഥികളും സ്കൂൾ മാനേജർ KT അനൂപ്, രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവരും സംസാരിച്ചു. വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ പരിപാടി അധ്യാപകരും ഏറ്റെടുത്തതോടെ പരിപാടി കളർഫുള്ളായി മാറി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രാവണ പൗർണമി സംസ്കൃത ദിനാചരണം നടത്തി. ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രാവണ പൗർണമി സംസ്കൃത ദിനാചരണം നടത്തി. സംസ്കൃത അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി സ്കൂൾ മാനേജർ KT അനൂപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RK ഷൈജു അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മദ്ദളം കലാകാരൻ പെരിഞ്ചേരി സതീശൻ നമ്പൂതിരിയെയും കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം കുമാരി അർച്ചന സന്തോഷ് എന്നിവരെയും ആദരിച്ചു. ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുജേഷ് മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ പുരുഷോത്തമൻ മാസ്റ്റർ, ശ്വേത സുരേഷ്, സ്റ്റാഫ് സെക്രട്ടറി PN ഷീബ, SRG കൺവീനർ ഷെറീന, സംസ്കൃതം കൗൺസിൽ കൺവീനറും സംസ്കൃത അധ്യാപകരുമായ ശ്രീജേഷ് മാസ്റ്റർ, വിദ്യാർത്ഥിനി KV ദേവനന്ദ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ സംസ്കൃത ദിനം ആഘോഷിച്ചു. ഹെഡ് മിസ്ട്രസ് S. സുമിത മുഖ്യപ്രഭാഷണം നടത്തി. കൊട്ടിയൂർ NSSK UP സ്കൂളിൽ സംസ്കൃത ദിനം ആഘോഷിച്ചു. ഹെഡ് മിസ്സസ് S. സുമിത മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്കൃത പ്രതിജ്ഞ, സുഭാഷിത അവതരണം, പുസ്തക പരിജ്ഞാനം, സംസ്കൃത പതിപ്പ് പ്രകാശനം എന്നിവ നടന്നു. अहम पितरौ गुरुश्च चादृश्य बहुमानेश्य च विनयानिदा एवाहं सदा सर्वैः सदा सर्वेषु प्राणेषु दयालुर्दृश्य मम राष्ट्रस्य राष्ट्रियपृष्ठाहं समर्पये स्वस्वेव राष्ट्रियाणां योगक्षेम ऐश्वर्यवागां आत्ममनस्तोषं. തുടർന്ന് സംസ്കൃത കൃതികളിലെ കഥാപാത്ര അവതരണവും കുട്ടികൾ അവതരിപ്പിച്ചു. സംസ്കൃത ക്ലബ്ബ് കൺവീനർ ഉമ, അധ്യാപകരായ TD റിജി, KC ശ്രീജ, TD ബീന, K ഷാജി എന്നിവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം. കണ്ണവം ശ്രീനാരായണ മഠത്തിന് സമീപം അർച്ചന നിവാസിൽ രതീച്ച ചന്ദ്രൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഭർത്താവ് വയലിൽപുരയിൽ കല്ലിചന്ദ്രൻ, മക്കൾ അനൂപ്, അനൂജ, മരുമകൻ ഉണ്ണികൃഷ്ണൻ, സഹോദരങ്ങൾ രതീശൻ, രതീന്ദ്ര, രതികേശൻ. തോലമ്പ്ര ശാസ്ത്രി നഗറിലെ മാവട്ടോൻ മീനാക്ഷി അമ്മ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ ഗണപതിയാടൻ ശങ്കരൻ നമ്പ്യാർ, മക്കൾ ദാക്ഷായണി, പ്രേമവല്ലി, വേലായുധൻ, പരേതനായ രഘുത്തമൻ, മരുമക്കൾ ബാലകൃഷ്ണൻ, രമണി. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 232, പേരാവൂർ 232, കൊട്ടിയൂർ 232. റബ്ബർ ലോട്ട് ഇരിട്ടി 210, പേരാവൂർ 222, കൊട്ടിയൂർ 222. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 125, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 610, പേരാവൂർ 610, കൊട്ടിയൂർ 600. കൊട്ടടയ്ക്ക ഇരിട്ടി 325, പേരാവൂർ 325, കൊട്ടിയൂർ 320.
പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6680, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനസ്തേഷ്യ ഡോക്ടർ ഇല്ല. പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടു. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ നെടുമ്പോയിൽ 29ാം മൈൽ ചുരം റോഡിന്റെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മലയോര മേഖലയിലെ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.